ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ആത്മീയ അഭിവൃദ്ധിയും ആത്മീയ സന്തോഷവും ആത്മീയ ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം 2023 ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലോചന 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക, ഒബ്റ്റെയിൻ ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ഈ വർഷത്തെ മുഖ്യ ചിന്തയായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക. ആ കാര്യം പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ഇന്നത്തെ ടെക്സ്റ്റ് 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പഠനങ്ങളും ചർച്ചകളും സംവാദങ്ങളും സമ്മേളനങ്ങളും ഒക്കെ പ്രവചനത്തെക്കുറിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദർ ആർ സോ മെനി സ്റ്റഡീസ്, ഡിബേറ്റ്സ്, കോൺഫറൻസസ് അബൌട്ട് പ്രോഫസി, അബൌട്ട് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, ഉൾപ്രാപണത്തെക്കുറിച്ച്, എതിർ ക്രിസ്തുവിനെക്കുറിച്ച് ഒക്കെ ധാരാളം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം വായിച്ച വേദഭാഗം അതേ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായം ആദ്യോട് അന്തം വായിച്ചാൽ, അല്ലെങ്കിൽ ആദ്യത്തെ 12 വാക്യങ്ങളെങ്കിലും വായിക്കുകയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിലാണ് ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് കൃത്യമാണ്. നമ്മുടെ ചർച്ചകളും വിവാദങ്ങളും എന്തിനെക്കുറിച്ചാണ് എന്ന് ചിന്തിച്ചാൽ, അബൌട്ട് ദ സയൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഉൾപ്രാപണം അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്നത് പ്രീ ട്രിബുലേഷനാണോ, മിഡ് ട്രിബുലേഷനാണോ, പോസ്റ്റ് ട്രിബുലേഷനാണോ? ഉൾപ്രാപണം എപ്പോഴാണ് നടക്കുന്നത്? മഹോപദ്രവത്തിന് മുമ്പാണോ, മഹോപദ്രവത്തിൻ്റെ നടുക്കാണോ, മഹോപദ്രവത്തിൻ്റെ ശേഷമാണോ? വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത്? യഹൂദന്മാരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ എങ്ങനെ നിറവേറുന്നു? അപ്പോൾ ഇസ്രായേലിൽ എന്തെങ്കിലും യുദ്ധമോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായാൽ ഉടനെ നമ്മുടെ ശ്രദ്ധയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പ്രവചനാത്മകമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രം എങ്ങനെയാണ്, അവരെ ശത്രുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, 1000 ആണ്ട് വാഴ്ച എന്താണ്, നിത്യത എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്ര വലിയ വിവാദങ്ങളാണ് ആത്മീയ ഗോളത്തിൽ നടക്കുന്നത് എന്ന് ചിന്തിക്കുക. ചിലർക്ക് ഭയങ്കര ഹരമാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കുക, കാണുക എന്നുള്ളത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നാം സൗകര്യപൂർവ്വം മറന്നു കളയുന്ന, ഉപേക്ഷിച്ച് കളയുന്ന, വി ഫൊഗെറ്റ് ആൻഡ് നെഗ്ലക്റ്റ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ വളരെ സൗകര്യപൂർവ്വം മറന്നു കളയുന്ന ഒരു സുപ്രധാന കാര്യം ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം എന്ത് ചെയ്യണം, സഭ എന്ത് ചെയ്യണം എന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാട്ട് ഗോഡ് വാണ്ട്സ് ദ ചർച്ച് ടു ഡു അറ്റ് പ്രസൻറ്റ്, വാട്ട് ആർ അവർ പ്രാക്ടിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ ക്രൈസ്റ്റ്ലെസ് സൊസൈറ്റി. ക്രിസ്തുവില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവിചാരമില്ലാത്ത, ദൈവഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എന്ത്? ഇത് നമ്മൾ ചിന്തിക്കാറില്ല. ക്രിസ്തു വരുന്നതിനെക്കുറിച്ച്, ഉപദേശ വിഷയങ്ങളെക്കുറിച്ച്, ഇസ്രായേലിനെക്കുറിച്ച് ഒക്കെ ചർച്ച നടത്തുമ്പോൾ, അടികലശലുകൾ നടത്തുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ദൈവവചന സത്യങ്ങളോട് ചേർന്ന് നിന്ന് എന്താണ് എൻ്റെ ഉത്തരവാദിത്തം ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഈ പ്രത്യേക വർഷം എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയണ്ടേ? അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കുന്നില്ല. എന്നാൽ നാം വളരെ സൈലൻ്റായിട്ടിരിക്കുകയും ഇങ്ങനെ വേണ്ടാത്ത വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ പിശാച് വളരെ ആക്റ്റീവാണ്. പിശാച് വളരെ ആക്റ്റീവായിട്ട് ഹീസ് അഡ്വാൻസിങ് ഹിസ് ലൈസ്. അവൻ്റെ ഭോഷ്ക്ക്, അവൻ്റെ നുണ, അവൻ്റെ വ്യാജ പ്രചരണങ്ങൾ, അവൻ്റെ കൗണ്ടർഫീറ്റ് ആക്ടിവിറ്റീസ് എല്ലാം
വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാം വായിച്ച 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ അതുണ്ടായിരുന്നു. ഭോഷ്കും അധർമ്മവും വ്യാപരിക്കുന്നു, വഞ്ചനയുടെ വ്യാപാരം കൂടി വരുന്നു, സാത്താൻ്റെ വ്യാപാരശക്തി തന്ത്രപരമായി വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വ്യാപരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സത്യത്തെ വിശ്വസിക്കാതെ ആളുകൾ അനീതിയിൽ രസിച്ചുകൊണ്ടിരിക്കുന്നു. 2 തെസ്സലോനിക്ക 2:7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാര്യം കാണാൻ സാധിക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോകുക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അപ്പോൾ ഇവിടെ വായിച്ച് കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ്റെ വ്യാപാര ശക്തി വളരെ തന്ത്രപരമായി, വളരെ ആളുകളെ വഞ്ചിക്കുന്ന തരത്തിൽ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ നമ്മുടെ ദേശത്തെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ ഗോളത്തിൽ അതിശക്തമായിട്ടത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ സത്യം വിശ്വസിക്കാതെ അനീതിയിൽ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് വി നീഡ് ടു റിമെമ്പർ അവർ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണ്ടേ? ഇന്ന് നമ്മൾ എവിടെ പോയാലും, നിങ്ങളൊരു ആശുപത്രിയിൽ പോയാൽ ആശുപത്രിയിൽ നിങ്ങൾ കുറച്ച് സമയം വെറുതെ ഡോക്ടറെ കാണാൻ കിട്ടുന്ന സമയത്ത്, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ രോഗിയുടെ അവകാശങ്ങൾ എഴുതി വെച്ചേക്ക് നമുക്ക് സന്തോഷം തോന്നും. രോഗിക്കുമുണ്ടോ അവകാശങ്ങൾ എന്ന് നമുക്ക് തോന്നും. എയർപോർട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ യാത്രക്കാരൻ്റെ അവകാശങ്ങൾ, അല്ലേ? ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോയാൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പ്രിവിലേജസ്, അവകാശങ്ങൾ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് മാറി വായിക്കുമ്പോൾ അങ്ങേപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് രോഗിയുടെ ഉത്തരവാദിത്തങ്ങൾ, യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഇഷ്ടമില്ലാത്തൊരു ഭാഗമായിരിക്കും അത്, അല്ലേ? ഉപഭോക്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊരു ഗ്യാരണ്ടി കാർഡ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് പേജ് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ വായിക്കാറില്ല. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ, പദവികളോടൊപ്പം അല്ലെങ്കിൽ അവകാശങ്ങളോടൊപ്പം എന്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് പദവികളും ഉത്തരവാദിത്തങ്ങളും. വിശ്വാസികളെക്കുറിച്ച് ചിന്തിക്കുക, ആത്മീയ ഗോളത്തെക്കുറിച്ച് ചിന്തിക്കുക. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, ഉത്തരവാദിത്തമാണ്, അല്ലേ? അല്ലെങ്കിൽ അത് നമ്മളോട് പറയുന്നൊരു, അങ്ങനെ വിശ്വസിക്കാനൊരു അവകാശമുണ്ട്. പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ ഒരു സത്യമുന്തിരിയാണെങ്കിൽ അതിൽ കൊമ്പായിട്ട് വസിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവകാശമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിരന്തരം വസിക്കണം, ഫലം കായ്ക്കണം, അങ്ങനല്ലേ? വളരെ ഫലം കായ്ക്കണം, വളരെ അധികം ഫലം കായ്ക്കണം, ഇല്ലെങ്കിൽ വെട്ടി തീയിലിട്ട് കളയും. ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് യേശുവിൻ്റെ സ്നേഹിതന്മാർ എന്ന വലിയൊരു പദവി യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഹിതം അറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ ആ പദവി കൊണ്ട് യാതൊരു ഇതിനെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇന്ന് സ്നാനത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. സ്നാനപ്പെടണം. എന്തിനാ? അതൊരു പദവിയാണ്, സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൂടെ ചേരുക. പക്ഷേ എന്തിനാ കർത്താവിൻ്റെ കൂടെ ചേർന്നത്? ഇനി പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് വാഴരുത്. നമ്മുടെ ഉത്തരവാദിത്തമാണത്. അപ്പോൾ ഞാൻ മരിച്ചിട്ട് ജീവിക്കുന്നവനായിട്ട് എന്നെ തന്നെ എണ്ണണം. ഞാൻ എൻ്റെ ശരീര അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. അത് ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ കണ്ണടച്ചിട്ട് എല്ലാവരും ആത്മനിറവ് വേണം, ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയും പദവിയുമാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത്. എന്നാൽ നിറവ് പ്രാപിച്ചവർ ഉത്തരവാദിത്വ ബോധമുള്ളവരാണെങ്കിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കണം, ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ ആരാധിക്കണം. അങ്ങനെ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് കിടക്കുന്നത്. നമ്മെ രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയൊരു പദവിയാണത്. എന്നാൽ നിങ്ങൾ അർപ്പിക്കുന്ന ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷ ആയിരിക്കണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. നാം കർത്താവേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ മക്കളായിട്ടിരിക്കാനുള്ളൊരു വലിയ പദവി തന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു അത് പദവിയാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നിങ്ങളത് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ദൈവമക്കൾ എന്നൊക്കെ ഉള്ള ഇങ്ങനെ തിളച്ച് പ്രസംഗിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റീസ്. ഗോഡ് ഗിവ്സ് അസ് പ്രിവിലേജസ് വിത്ത് ദി എക്സ്പെക്റ്റേഷൻ ദാറ്റ് വി വിൽ ഫുൾഫിൽ അവർ റെസ്പോൺസിബിലിറ്റീസ്. ദൈവം നമുക്ക് പദവികൾ തരുന്നത്, ദൈവം നമുക്ക് അവകാശങ്ങൾ തരുന്നത് എന്ത് പ്രതീക്ഷയിലാണ്? നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ
നിവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ലെറ്റ് us തിങ്ക് ഓഫ് അവർ ഗോഡ് ഗിവൺ റെസ്പോൺസിബിലിറ്റീസ്. ദൈവദത്തമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാം ചിന്തയും ബോധവും ഉള്ളവരായിരിക്കണം. നാം കുറിവാക്യമായിട്ട് എടുത്ത കാര്യം ഓർക്കുക, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ ദൈവമക്കളാക്കി സുവിശേഷ നിമിത്തം നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചു. അതൊരു വലിയ പദവിയാണ്, ഒരു വലിയ അവകാശമാണ്. എന്നാൽ അതിനകത്തൊരു ഉത്തരവാദിത്തം അന്തർലീനമായിട്ടിരിക്കുന്നു. നാം അവൻ്റെ മഹത്വം പ്രാപിക്കണം. നമുക്ക് വായിച്ച വേദഭാഗത്തേക്കൊന്ന് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. ആ തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ തെസ്സലോനിക്ക സഭയുടെ ചരിത്രവും ഈ വാക്യങ്ങൾ പറയാനുണ്ടായ പശ്ചാത്തലവും ഒക്കെ നമ്മൾ ഓടി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് ദി തെസ്സലോനിയൻ ചർച്ച് ഈസ് സീൻ ഇൻ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലാണ് ഈ തെസ്സലോനിക്ക സഭ ഉണ്ടായതിൻ്റെ ചരിത്ര പശ്ചാത്തലം വിവരിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷനറി യാത്രകളെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ 2ാം മിഷണറി യാത്രയ്ക്ക് ഒരുങ്ങി ഏഷ്യയിൽ തന്നെ സഞ്ചരിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിലക്കിയിട്ട് യൂറോപ്പിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ യൂറോപ്പിൽ ആദ്യം സുവിശേഷം അറിയിച്ച സ്ഥലം ഫിലിപ്പിയാണ്. ഫിലിപ്പിയിൽ ലുദിയ, വെളിച്ചപ്പാടത്തി, കാരാഗ്രഹ പ്രമാണി, ഇങ്ങനെ ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ട ഒരു സഭ രൂപപ്പെട്ടപ്പോൾ അവിടെ പീഡനത്തെ നേരിടേണ്ടതായിട്ട് വന്നു. ആ പീഡനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഓടിപ്പോയി 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എത്തുമ്പോഴാണ് അവരെവിടെ എത്തി? അവർ തെസ്സലോനിക്കായിൽ എത്തി. പൗലോസിൻ്റെ സുവിശേഷ പ്രചരണ രീതി അനുസരിച്ച് ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഒരു യഹൂദന്മാരുടെ പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ പോയി വചനം പ്രസംഗിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. തെസ്സലോനിക്കയിലും അദ്ദേഹം ഒരു പള്ളി അന്വേഷിച്ചു, പള്ളി കണ്ടുപിടിച്ചു, തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ പ്രസംഗിക്കേണ്ടത്? തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ 4-ാം വാക്യത്തിലുണ്ട്, ഒരു വലിയ കൂട്ടം വിശ്വസിച്ചു. 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. എന്നാൽ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർക്ക് ഉടനെ തന്നെ കഷ്ടതയും പീഡനവും ഉണ്ടായതായിട്ടാണ്. അതുകൊണ്ട് അവർ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. 5-ാം വാക്യം, യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. സോ ദേ ഹാഡ് ടു ഫ്ലീ ടു ബെറിയ. 10-ാം വാക്യത്തിലുണ്ട്, അവർ ബെരോവയ്ക്ക് പോയി. അവർക്ക് തെസ്സലോനിക്കയിൽ തുടരാൻ പറ്റാത്തത് കൊണ്ട് അവർ ബെരോവയിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ഈ സഭയെക്കുറിച്ചുള്ള അപ്പോസ്തലൻ്റെ കൺസേൺ, അദ്ദേഹത്തിൻ്റെ താല്പര്യം അസ്തമിച്ചു പോയില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇവരുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും പിന്നീട് അവരെ പഠിപ്പിക്കുന്നതിനും അവരെ ഉറപ്പിക്കുന്നതിനും തിരുത്തുന്നതിനും ഒക്കെ ആയിട്ട് 2 ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും. ആ 2-ാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ചത് എന്ന് ഓർക്കുക. ഈ ലേഖനങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും മരിച്ചവരുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലൻ ഇത്ര കാര്യമായിട്ട് ഇവർക്ക് ഈ കാര്യമൊക്കെ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. അവർ കർത്താവിനും പൗലോസിനും അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്കും അനുകാരികളായി തീർന്നു. 1-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവരൊരു മോഡൽ ചർച്ച്, ഒരു മാതൃകാ സഭയായിട്ട് മാറി എന്നാണ്. അത് മാത്രമല്ല 8-ാം വാക്യത്തിൽ നാം കാണുന്നത് അവരുടെ അടുക്കൽ നിന്ന് ദൈവവചനം മുഴങ്ങി അഖായയിലും മക്കദോന്യയിലും ഒക്കെ. സോ ഇറ്റ് വാസ് എ മോഡൽ ചർച്ച്, ഇറ്റ് വാസ് ആൻ ഇവാഞ്ചലൈസിങ് ചർച്ച്. അവരുടെ വിശ്വാസം ലോകത്തിലൊക്കെ പ്രസിദ്ധമായി. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ കേട്ട ദൈവവചനം സാക്ഷാലാകുന്ന ദൈവവചനമായിട്ട് അവർ സ്വീകരിച്ചു, വിശ്വസിച്ച് അവരിൽ അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. എത്ര നല്ലൊരു സഭയാണെന്ന് നോക്കുക. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു അവരെ കഷ്ടതയിൽ കൂടി കടന്നുപോയി. പക്ഷേ പൗലോസ് അവരോട് പറഞ്ഞു, ഈ കഷ്ടങ്ങളിൽ നിങ്ങൾ കുലുങ്ങിപ്പോകാതെ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു. അപ്പോൾ കഷ്ടതയുടെ നടുവിലും മാറിപ്പോകാതെ നിലനിൽക്കുന്ന ഒരു സഭ. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത് അവർ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. ഗോഡ് ഡയറക്ട്ലി ടോട്ട് ദം. അല്ലേ? എന്തൊരു വലിയ കാര്യമാണ്. എന്താ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് ദൈവം അവരെ നേരിട്ട് പഠിപ്പിച്ചു. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മോഡൽ ചർച്ചായിരുന്നു, വചനം അങ്ങനെ തന്നെ അംഗീകരിച്ച സഭയായിരുന്നു, സുവിശേഷീകരണത്തിൽ താല്പര്യമുള്ള സഭയായിരുന്നു, കഷ്ടതയിൽ ഉറച്ചു നിന്ന സഭയായിരുന്നു. എങ്കിലും അവർക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഈ ലേഖനങ്ങൾ വഴിയാണ് അപ്പോസ്തലൻ ദൂരീകരിച്ചു കൊടുത്തത്. നിദ്ര കൊണ്ടവർ എവിടെ?
അല്ലേ? 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. അപ്പോൾ നിദ്ര കൊണ്ടവരെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ വരവിനായിട്ട് എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ വിശുദ്ധീകരണത്തിൽ മുന്നേറണം എന്നൊക്കെ അവരെ പഠിപ്പിച്ചു. നല്ല കാര്യങ്ങളാണ്. എന്നാൽ നാം വായിച്ച ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ലേഖനം അവസാനിക്കാൻ പോവുകയാണ്. 2-ാം ലേഖനത്തിന് എത്ര അധ്യായമാണ് ഉള്ളത്? ആകെ 3 അധ്യായങ്ങളാണ്. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗത്ത് അദ്ദേഹം ഒരു റിവ്യൂ പോലെ, ഒരു റിവിഷൻ പോലെ, ഒരു ആവർത്തനം പോലെ, ഒരു പുനരവലോകനം പോലെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് നാം ഇന്ന് ഈ വർഷത്തെ ചിന്തയ്ക്കായിട്ട് ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്യമായിട്ട് എടുത്തത്. ഓർക്കുന്നുണ്ടല്ലോ? 2 തെസ്സലോനിക്ക ലേഖനം 2:13 മുതൽ 15 വരെ. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ നല്ല സഭയോട്, ഈ മാതൃകാ സഭയോട്, കഷ്ടതയിൽ ഉറച്ചു നിന്ന ഈ സഭയോട്, ദൈവവചനം അങ്ങനെ തന്നെ അംഗീകരിച്ച ഈ സഭയോട് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? വൈ സാൽവേഷൻ. അതാണ് നമ്മൾ ഓരോരുത്തരും ഈ കൊല്ലം ചിന്തിക്കണം. ഞാൻ എന്തിനാണ് രക്ഷ പ്രാപിച്ചത്? എങ്ങനെയാണ് ദൈവം എന്നെ രക്ഷിച്ചത്? വൈ സാൽവേഷൻ ആൻഡ് ഹൗ ഗോഡ് ഗേവ് മീ ദാറ്റ് സാൽവേഷൻ. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് ദൈവം എന്നെ രക്ഷിച്ചത്? എങ്ങനെയാണ് ദൈവം എന്നെ രക്ഷിച്ചത്? ദൈവത്തിൻ്റെ ലക്ഷ്യം ഈ രക്ഷ എനിക്ക് തന്നതിൽ എന്തായിരുന്നു? അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? യെസ്, ഗോഡ് ഹാസ് എ പേർപ്പസ്, ഗോഡ് ഹാസ് എ ഗോൾ. എന്നെ രക്ഷിച്ചപ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ ഐ റീച്ച്? എനിക്ക് ആ ലക്ഷ്യത്തിൽ എങ്ങനെ എത്തിച്ചേരാം? അതുകൊണ്ട് ഈ വർഷം ഈ 4 കാര്യങ്ങളെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം എന്നെ എന്തിനു രക്ഷിച്ചു? വായിച്ച ഭാഗത്തുണ്ടായിരുന്നല്ലോ, സുവിശേഷത്താൽ ദൈവം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് എന്തിനായിരുന്നു? വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണത്? അവന്റെ മഹത്വം പ്രാപിക്കണം. അതിന് ദൈവം വില കൊടുത്തു. അതാണ് എങ്ങനെ രക്ഷിച്ചു എന്ന് ചോദിച്ചത്. പിന്നെ അതിന് താഴോട്ട് വായിച്ചാൽ എങ്ങനെ അതിനകത്ത് നമുക്ക് എത്തിച്ചേരാം എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചാൽ ഈ വർഷത്തെ സന്ദേശം നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, വൈ ഗോഡ് സേവ്ഡ് അസ്? എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? ഒരുപക്ഷെ എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചതെന്ന് തെസ്സലോനിക്കക്കാരോട് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ ചിലപ്പോൾ അവർക്ക് പറയാൻ കാണും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പശ്ചാത്തലം, അതിനായി പശ്ചാത്തലം പറഞ്ഞത് സുവിശേഷം അറിയിക്കാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ, ഒരു മാതൃകാ സഭയാകാൻ എന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പറയാൻ പോകുന്ന ഉത്തരം. നിങ്ങളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പല ഉത്തരങ്ങൾ ചിലപ്പോൾ പറയാൻ കാണും. എന്തിനാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ ചിലപ്പം മറ്റനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾ തീരുവാൻ, സമ്മത്സരത്തെ ദൈവം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നുവെന്ന് അറിയാൻ എന്നൊക്കെ പല ഉത്തരങ്ങൾ കാണും. ബട്ട് പോൾ വെരി ക്ലിയർലി ആൻഡ് എംഫാറ്റിക്കലി സൈസ് ദാറ്റ് ഇതിനുവേണ്ടി ഒന്നുമല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചത്. അതൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ നിങ്ങളുടെ വിളിയിലൊരാശയുണ്ട്. എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ദ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഉണ്ടായിരുന്നു, കർത്താവ് നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷയ്ക്ക് വിളിച്ചത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. എന്താണത്? അവന്റെ മഹത്വം പ്രാപിപ്പാൻ. 14-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉത്തരമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ നമ്മൾ അതിന്റെ വിശേഷണ പദങ്ങളൊക്കെ മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളെ ദൈവം രക്ഷയ്ക്ക് വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ദിസ് ഇസ് ദ ഓൺലി റീസൺ. ഈ ഒരൊറ്റ കാര്യം. അപ്പം ആ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സുവിശേഷം പറഞ്ഞെന്നിരിക്കും, ഞാൻ കഷ്ടതയിൽ ഉറച്ചു നിന്നെന്നിരിക്കും, ഞാൻ സൗഖ്യം അനുഭവിച്ചെന്നിരിക്കും, അനുഗ്രഹം ദൈവം തന്നെന്നിരിക്കും. ബട്ട് മൈ ഗോൾ ഈസ് നോട്ട് എനി ഓഫ് ദീസ് തിങ്സ്. ഈ പറഞ്ഞ ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ്റെ മഹത്വം പ്രാപിക്കണം. പത്രോസ്, ഇത് പൗലോസ് പറഞ്ഞതാണ്. പത്രോസിൻ്റെ വാക്കുകളിൽ അത് ആവിഷ്കരിക്കുകയാണെങ്കിൽ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, തൻ്റെ നിത്യ തേജസ്സിനായി നമ്മെ ക്രിസ്തുവിൽ വിളിച്ച സർവകൃപാലുവായ ദൈവം. നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. പത്രോസിനും പൗലോസിനും ഒന്നും അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവരുടെ അനുവാചകർ അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒരല്പം പോലും വ്യത്യാസമില്ല, അല്ലേ? പോൾ സെയ്സ് ദാറ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നിങ്ങളെ രക്ഷിച്ചത്. പീറ്റർ സെയ്സ് ദാറ്റ് തൻ്റെ നിത്യ തേജസ്സിനായി നമ്മെ ക്രിസ്തുയേശുവിൽ വിളിച്ച സർവകൃപാലുവായ ദൈവം. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാം അവൻ്റെ മഹത്വം പ്രാപിക്കണം. നമുക്ക് നഷ്ടപ്പെട്ട ആ തേജസ്, ഏതെങ്കിലും തോട്ടത്തിൽ നമുക്ക് എന്താ നഷ്ടപ്പെട്ടത്? തേജസ്സാണ് നഷ്ടപ്പെട്ടത്. ആ ദൈവ തേജസ്
എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമുക്ക് ആ തേജസ് മടക്കി തരുവാൻ, ആ തേജസ് തിരികെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം നിങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു കാര്യം, വി ആർ ബോൺ അഗെയിൻ ഫോർ ഗ്ലോറി. നാം പുതുതായി ജനിച്ചത് തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. വി ആർ കെപ്റ്റ് ഫോർ ഗ്ലോറി. ദൈവം നാം തൻ്റെ ശക്തിയാൽ നമ്മളെ കാക്കുന്നത് നാം ആ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. വി ആർ ബീയിങ് പ്രിപ്പയർഡ് ഫോർ ഗ്ലോറി. ദൈവം നമ്മളെ ഈ ലോക ജീവിതത്തിൽ കഷ്ടതകൾ കൂടിയൊക്കെ നടത്തി ആ തേജസ് പ്രാപിക്കുന്നതിനായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമുക്ക് തേജസ് പ്രാപിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളൊരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ബോൺ ഫോർ ഗ്ലോറി, കെപ്റ്റ് ഫോർ ഗ്ലോറി, ബീയിങ് പ്രിപ്പയർഡ് ഫോർ ഗ്ലോറി, ആൻഡ് യു ക്യാൻ എൻജോയ് ദാറ്റ് ഗ്ലോറി. മരിച്ചിട്ടല്ല, ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആ തേജസ് പ്രാപിച്ച് തേജസ്സുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് തൻ്റെ നിത്യ തേജസ്സിനായിട്ട്, യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനായിട്ട്. പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്കെല്ലാം ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഈ തേജസ്? വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ലക്ഷ്യം നമുക്ക് തേജസ് മടക്കി തരിക എന്നാണെങ്കിൽ എന്താണ് ആ തേജസ്? മനസ്സിലാകുന്നില്ല. കാരണം ഇതിന്ന് ആരും പ്രസംഗിച്ച് കേൾക്കുന്നില്ല. എല്ലാവരും പ്രസംഗിച്ച് കേൾക്കുന്നത് പുതുവത്സരത്തിൽ. ചിലപ്പോൾ ചിലർ ചോദിക്കും, ഇതാണോ പുതുവത്സര സന്ദേശം? പുതുവത്സരത്തിലൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്, അല്ലേ? വളരെ നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ വിടുതലിയൊക്കെ എല്ലാം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്ന ആളാകും. കാരണം വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നത് അതെന്തെല്ലാം നിങ്ങൾ നേടിയാലും, അല്ലേ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ ദൈവത്തിൻ്റെ ആ മഹത്വം പ്രാപിക്കുന്നില്ല എങ്കിൽ, എൻ്റെ അർത്ഥം അതാ, രക്ഷ പ്രാപിക്കുന്നില്ല, ആത്മാവിനെ നഷ്ടമാക്കിയെന്ന് പറഞ്ഞാൽ ആത്മാവ് എപ്പോഴാണ് ശരിയാകുന്നത്? വെൻ യു ഗെറ്റ് ദാറ്റ് ഗ്ലോറി, ലോസ് ഗ്ലോറി, നഷ്ടപ്പെട്ട തേജസ് തിരികെ ലഭിക്കുമ്പോഴാണ് നമുക്ക് രക്ഷയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. അത് മരിച്ച് മണ്ണടഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ തേജസ് ഉള്ളവരായി, മഹത്വമുള്ളവരായി, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ തേജസ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിലെ സകല സവിശേഷതകളും, ദർ ആർ സോ മെനി ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഗോഡ്. ദൈവത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതെല്ലാം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഞാൻ ചിലതൊക്കെ പറയാം. ദൈവത്തിൻ്റെ പ്രതാപശക്തി, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പ്രൗഢി, ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ ഗാംഭീര്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വല്ലഭത്വം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ സ്പ്ലെൻഡർ, ദ ബ്രൈറ്റ്നസ്, the magnificence, the excellence, the preeminence, the dignity, the grace and the majesty of God. ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. all that characterize God. കാരണം നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്, അല്ലേ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ all the majesty of God, ദൈവത്തിൻ്റെ ആ സർവ്വവല്ലഭത്വവും, ദൈവത്തിൻ്റെ ആ പ്രൗഢി, ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ ആ ഗാംഭീര്യം, ദൈവത്തിൻ്റെ ആ വല്ലഭത്വം, അവൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ ഉണ്ട്. ദ മോസ്റ്റ് എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് ഗോഡ്. അത്യുന്നതനായ ദൈവം എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ആ എക്സോൾട്ടഡ് പൊസിഷനിലേക്ക് നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പം മഹത്വം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ലെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്ക് ആ നഷ്ടപ്പെട്ട മഹത്വം തിരികെ കിട്ടണം, അല്ലേ? അങ്ങനെയല്ലേ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു കം ബാക്ക് ടു ദാറ്റ് എക്സോൾട്ടഡ് പൊസിഷൻ. പക്ഷെ അത് ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചിലർ പറഞ്ഞാണ്, ഈ പറഞ്ഞ വാക്കുകൾ പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നവരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ ഈ മാജസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ എമിനൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പിടികിട്ടിയില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതാപശക്തി, തേജസ്, പ്രൗഢി, മഹിമ, ഗാംഭീര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയും കിട്ടിയില്ല. അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണെങ്കിൽ വേദപുസ്തകം വളരെ ലളിതമാണ്. ഏറ്റവും സുന്ദരമായിട്ട് നമുക്കത് ആവിഷ്കരിക്കാൻ കഴിയുന്നത്, ലളിതമായിട്ട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ഇതെല്ലാം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. റോമാലേഖനം 8:29 നാം വായിക്കുന്നത്, ദൈവം നമ്മെ മുന്നറിഞ്ഞത്, നമ്മളെ വിളിച്ചത്, നമ്മളെ നീതീകരിച്ചത്, തേജസ് നമുക്ക് നൽകി നമ്മളെ തേജസ്കരിച്ചതെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. എന്താണ് ആ ലക്ഷ്യം? നാം അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക, അതിനകത്തെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ സ്വരൂപത്തോട് ടു ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ക്രൈസ്റ്റ്.
അല്ല, വേറെ തരത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവാൻ. ക്രൈസ്റ്റ് മസ്റ്റ് ബി ഫോംഡ് ഇൻ യു. ഗലാത്യ ലേഖനം 4:19. അങ്ങനെ ആവുമ്പോൾ നമ്മെ കാണുന്നവർ ആരെ കാണാനിടയാകും? ക്രിസ്തുവിനെ കാണാനായിട്ട് ഇടയായി തീരും. നമ്മുടെ വിളിയിൽ ഒരു ആശയുണ്ട്. നമ്മെ ദൈവം തൻ്റെ സന്നിധിയിൽ ആകർഷിച്ചു കൊണ്ടുവന്നപ്പോൾ നാം വിശുദ്ധരും നിഷ്കളങ്കരും. യേശു അങ്ങനെയായിരുന്നു. അവൻ വിശുദ്ധനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എങ്ങനെയായിരിക്കണം? സൽഗുണപൂർണരായിരിക്കണം. മത്തായി 5:48 നാം അത് വായിക്കുന്നത്. പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിന്റെ മഹിമ, യേശുക്രിസ്തുവിന്റെ മഹിമ എന്ന് പറയുന്നത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഈ വാക്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ഏതൊക്കെ വാക്യങ്ങളാ? ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. അതെ, അതുപോലെ തന്നെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. നമ്മുടെ വിളിയാലുള്ള ആശ എന്താണെന്ന് ചോദിച്ചാൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം, നാം സൽഗുണപൂർണർ ആകണം. ഈ 2 കൊരിന്ത്യർ ലേഖനം 3:18 ഏറ്റവും മനോഹരമാണ്. 2 കൊരിന്ത്യർ ലേഖനം 3:18 അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ചേഞ്ച് ഇൻ ടു ദ സെയിം ലൈക്ക്നെസ്, ദ സെയിം ഇമേജ്. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 3:18 വായിച്ചാൽ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ. വായിച്ചാട്ടെ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അത് തന്നെയാണ് യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം അവനോട് സദൃശന്മാരാകും എന്ന് പറഞ്ഞത്. അപ്പം പല ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം, പുത്രന്റെ സ്വരൂപത്തോട് നിങ്ങൾ അനുരൂപരാകണം, അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം, അവനോട് സദൃശന്മാരാകണം, സൽഗുണപൂർത്തിയുള്ളവരായി തീരണം. ഇതാണ് മഹിമ എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് മസ്റ്റ് ബി ഫോംഡ് ഇൻ യു. യു മസ്റ്റ് ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. യു മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ദ സെയിം ഇമേജ് ആൻഡ് വി ഷുഡ് ബി ലൈക്ക് ഹിം ആൻഡ് വി മസ്റ്റ് ബി പെർഫെക്റ്റ്. ഇതാണ് ദൈവത്തിൻ്റെ വിളിയാനുള്ള ആശ. അല്ലെങ്കിൽ രക്ഷയ്ക്ക് നമ്മളെ ദൈവം വിളിച്ചപ്പോൾ ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്. യേശുവിനെ പോലെ നമ്മൾ ആകണമെന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ ഒന്ന് നോക്കിക്കേ. ഞാൻ യേശുവിനെ പെട്ടെന്ന് ഓടിച്ചൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾ പറയും ഇത് തിയറിയാണ്, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്, വചനത്തിൽ നിന്ന് തെളിയിച്ചു തരാനായിട്ട് താല്പര്യപ്പെടുന്നു. അതായത് യേശുവിനെ നോക്കുക. യേശു ഒരു തിയറിയല്ല. യേശു ഒരു തിയറിയാണോ? അല്ല. അവൻ യഥാർത്ഥത്തിൽ ജീവിച്ച ഒരു പുരുഷനാണ്. അവൻ ദൈവമായിരിക്കെ. എങ്ങനെയാ പ്രാക്ടിക്കാലിറ്റി? അവൻ ദൈവമായിരിക്കെ ദൈവത്വം മാറ്റി വെച്ചിട്ട് അവൻ മനുഷ്യരൂപത്തിൽ, ദാറ്റ് മീൻസ് ഹ്യൂമിലിറ്റി. അപ്പോൾ അവിടെ യേശുവിൽ വ്യാപരിച്ച കൃപ എന്തായിരുന്നു? താഴ്മ. അതാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇപ്പം അതെല്ലാം വായിക്കണ്ടെന്ന് ഫ്ലാഷ് ബാക്ക് ചെയ്താൽ മതി. അതായത് തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപത്തിലേക്ക് വരാനായിട്ട്. എന്നിട്ട് മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാപം എന്നുള്ളതാണ്. ബട്ട് ഹി ഡിഡ് നോട്ട് സിൻ. അവൻ മനുഷ്യനായിട്ടും പത്രോസ് വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് 2:22 പറഞ്ഞിരിക്കുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പം അവൻ തന്നെത്താൻ താഴ്ത്തി മനുഷ്യ വേഷത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചെങ്കിലും യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു തിയറിയല്ല. അവൻ പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. അവൻ ചോദിച്ചല്ലോ, നിങ്ങളിൽ ആര് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം. അവനെ വിസ്തരിച്ചവരും പോലും പറഞ്ഞു ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 3 times 3 പ്രാവശ്യം പറഞ്ഞു ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അത് കണ്ട പത്രോസ് താൻ ലേഖനം എഴുതിയപ്പോൾ എടുത്തു പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല. പരിശുദ്ധനും നീതിമാനുമായവൻ, ജീവനായകൻ, രക്ഷാനായകൻ, ഇങ്ങനെയൊക്കെയാണ് യേശുവിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ താഴ്ത്തി പാപം ചെയ്യാതെ മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ അവൻ നമുക്ക് പകരം മരിക്കാനായിട്ട് വന്നവനായിരുന്നു. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 15:3 നാം വായിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, എന്നിട്ട് തിരുവെഴുത്തിനും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? റോമർ 8:34 പറയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. എന്തിന്? നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ, നമ്മെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുവാൻ. അതാണ് യോഹന്നാൻ 14:16 പറഞ്ഞത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ
എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ കർത്താവ് നമ്മളെ അനാഥരായിട്ട് വിട്ടില്ല. പരിശുദ്ധാത്മാവിനെ അയച്ച് ആ പ്രക്രിയ, ആ മഹത്വം പ്രാപിക്കുന്ന പ്രക്രിയ നമ്മളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ഹീ ഡൂയിങ് ഇൻ ഹെവൻ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഒരു സൈഡിൽ, അതേസമയം പ്രിപ്പയറിങ് എ പ്ലേസ് ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുന്നു, ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ, നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതെല്ലാം പ്രായോഗികമായിട്ട് നടന്ന കാര്യങ്ങളാ. യേശു തന്നെ താൻ താഴ്ത്തി മനുഷ്യനായി പാപം ചെയ്യാതെ ജീവിച്ചു, നമുക്ക് പകരം മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു, നമുക്കായിട്ടൊരു സ്ഥലം ഒരുക്കുന്നു, നമ്മെ ചേർക്കുവാൻ അവൻ ഇനിയും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൽ എന്താ നമ്മൾ ചില ക്വാളിറ്റീസ് കാണണം. അവൻ്റെ താഴ്മ, അവൻ്റെ വിശുദ്ധി, അവൻ്റെ നിസ്വാർത്ഥ സ്നേഹം, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം, അവൻ്റെ ഒരുക്കം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവന് വേണ്ടി കാത്തിരിക്കണം. അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ്റെ മഹത്വം നാം പ്രാപിച്ചവരായി തന്നെ മുമ്പോട്ട് പോകണം. ഇതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. എന്നാൽ നമ്മൾ ഈ കാര്യം പഠിച്ചു പോകുന്നിടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആവശ്യമാണ് കേട്ടോ. അതായത് ഞാൻ 4 ചോദ്യങ്ങൾ പറഞ്ഞതിൽ ഇപ്പോൾ 2 ചോദ്യമാണ് തീർത്തത്. ഒന്ന്, എന്തിനാണ് വിളിച്ചത്? എന്തായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം? ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് പറയാനുണ്ട്. എങ്ങനെ, അതാണ് ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. അതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ ഞാൻ വിശദമായിട്ട് വിവരിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞു വിട്ടാൽ, ഒന്നാമത് ദൈവം നമ്മെ സ്നേഹിച്ചു, അല്ലേ? ഗോഡ് സോ ലവ്ഡ് us. ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ, ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. മാത്രമല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. നമ്മൾ വായിച്ച ടെക്സ്റ്റിനകത്ത്, അതായത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുണ്ടായിരുന്നു, അവൻ നമ്മെ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത്. അവൻ നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട്. അപ്പം നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, നമ്മെ തെരഞ്ഞെടുത്തു. 1 തെസ്സലോനിക്ക ലേഖനം 1:4 നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു കേട്ടോ. എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? ലോക സ്ഥാപനത്തിന് മുമ്പേ. എഫേസ്യ ലേഖനം 1:4 ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു? ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. മാത്രമല്ല, അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. ഗോഡ് സെറ്റ് us apart, അല്ലേ? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനായിട്ട് അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ചു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. പക്ഷേ ഇതൊന്നും നമുക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാമോ? 2 തെസ്സലോനിക്ക ലേഖനം 2:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സുവിശേഷത്താൽ നമ്മെ വിളിച്ചപ്പോഴാണ്, അല്ലേ? സുവിശേഷത്താൽ രക്ഷയ്ക്ക് നമ്മളെ വിളിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ദൈവം കുറെ പണികളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് അറിഞ്ഞത്. എന്തൊക്കെയാണ്? ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെ വേർതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ വിളി തന്നു. അപ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഒരു വിളിച്ച് വേർതിരിവൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരും ഓർക്കണം, നമുക്ക് സുവിശേഷം കേട്ടപ്പോഴാണ് ഈ രക്ഷ കിട്ടിയതെങ്കിലും അതിൻ്റെ പിന്നിൽ, അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട്, ഗോഡ് ഹസ് ഡൺ സോ മെനി തിങ്സ്. അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ വേർതിരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം അതിൻ്റെ പിന്നിൽ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാ? അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ. നാം അവൻ്റെ മഹത്വം പ്രാപിക്കണം എന്ന ദൈവം ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ നമ്മെ സ്നേഹിച്ചത്, അവൻ നമ്മെ തെരഞ്ഞെടുത്തത്, അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയത്. എന്നിട്ട് ആ വിളി നമുക്ക് തന്നത്, ആക്ഷരികമായിട്ട് ഈ വിളി തന്നപ്പോഴാണല്ലോ നമുക്കിതൊക്കെ മനസ്സിലായത്, അല്ലേ? അല്ല, രക്ഷിക്കപ്പെടാത്ത ഒരാളോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അവർക്ക് മനസ്സിലാവുമോ? ഇല്ല. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന് മനസ്സിലാവും, എടാ എന്നെ ദൈവം പണ്ട് തിരഞ്ഞെടുത്തതായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ സുവിശേഷത്താൽ വിളിച്ചപ്പോഴാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടത്. സോ 3-ാമത്തെ ചോദ്യം അവിടെ തീരുന്നു. 4-ാമത്തേതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം, എങ്ങനെ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയും? ഹൗ ക്യാൻ ഐ റീച്ച് ദ ഗോൾ? ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്?
ഞാൻ അവൻ്റെ മഹത്വം പ്രാപിക്കണമെന്നുള്ളതാണ്. കേട്ടില്ലേ ഇതുവരെ? 2:14 എന്താ പറഞ്ഞത്? സുവിശേഷത്തിൽ നമ്മൾ വായിച്ചാട്ടെ 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത് മഹത്വം പ്രാപിക്കാനായിട്ടാണ് എങ്കിൽ ഹൗ ക്യാൻ യു റീച്ച് ദെയർ? അവിടെ എങ്ങനെ എത്തിച്ചേരാനായിട്ട് സാധിക്കും? അതിന് പ്രായോഗികമായ ഒരു കർമ്മ പരിപാടി, നടപടികളുണ്ട്. നാം വായിച്ച വാക്യത്തിലുണ്ടായിരുന്നു. ഞാനൊന്ന് 1 by 1 ആയിട്ട് 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. 1, 13-ാം വാക്യത്തിൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും. ആദ്യം മുതൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം, അതിൽ തുടരണം. ആത്മാവിന്റെ വിശുദ്ധീകരണമാണ് നമ്മെ ദൈവ തേജസ്സിലേക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്. 2-ാമത്തെ കാര്യം സത്യത്തിൻ്റെ വിശ്വാസം. 13-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും. അനേകം ആളുകൾ ഈ മഹത്വത്തിൽ എത്തിച്ചേരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അസത്യങ്ങൾ, പിശാചിൻ്റെ നുണകൾ വിശ്വസിക്കുന്നു. നാം സത്യത്തിൻ്റെ വിശ്വാസത്തിൽ തുടരണം, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ തുടരണം. 3-ാമതായിട്ട് 15-ാം വാക്യത്തിൽ പറഞ്ഞു ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്ന്, നിങ്ങൾ ഉറച്ചു നിന്ന് സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന്. ഉറച്ചു നിന്ന് എവിടെ ഉറച്ചു നിൽക്കേണ്ടത്? ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിൽക്കണം. അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. വാക്കിനാലും ലേഖനത്താലും നിങ്ങളെ പഠിപ്പിച്ച പ്രമാണങ്ങളുണ്ട്, അതിനെ മുറുകെ പിടിക്കണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. ഈ 4 കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഈ സഭയുടെ ചരിത്രത്തിൻ്റെ മുന്നേറ്റത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പ്രമാണങ്ങളെയും അവർ പഠിപ്പിച്ച വാക്കിനാലും ലേഖനത്താലും പഠിപ്പിച്ചതൊക്കെ വിട്ടിട്ട് ആധുനികമായിട്ടുള്ള വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നതിന് പുറകെ പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 4 സ്റ്റെപ്പുകൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഹൗ ക്യാൻ യു റീച്ച് ദ ഗ്ലോറി ഓഫ് ഗോഡ്? ദൈവമഹത്വത്തിൽ എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സത്യത്തിൻ്റെ വിശ്വാസം, ഉറച്ചു നിൽപ്പ്, വചനത്തിലുള്ള ഉറച്ചു നിൽപ്പ്, അപ്പോസ്തലന്മാരും കർത്താവും പഠിപ്പിച്ച പ്രമാണങ്ങൾ, വാക്കിനാലാകട്ടെ ലേഖനങ്ങളാലാട്ടെ, എഴുതി തന്നതോ പറഞ്ഞു പഠിപ്പിച്ചതോ ആയ കാര്യങ്ങളിൽ നാം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഹത്വം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതെല്ലാം ഒരുപാട് വിശദീകരിക്കേണ്ടതാണെങ്കിലും ഞാൻ സംക്ഷിപ്തമായിട്ട് ഈ സന്ദേശത്തിൽ, ഞങ്ങളുടെ സഭയിലുള്ള ആളുകൾക്ക് ഈ വർഷം മുഴുവൻ ഇതേക്കുറിച്ച് പ്രസംഗങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ആത്മാവിൻ്റെ നവീകരണത്തിൽ തുടരേണ്ടത്, സത്യത്തിൻ്റെ വിശ്വാസത്തിൽ തുടരേണ്ടത്, ഉറച്ചു നിൽക്കേണ്ടത്, പഠിപ്പിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ തേജസ് പ്രാപിക്കുവാൻ, ഈ മഹത്വം പ്രാപിക്കുവാൻ കഴിയുന്നത്. എങ്കിൽ ഈ ഒറ്റ സന്ദേശത്തിൽ ഞാൻ ചുരുക്കമായിട്ട് ഈ 4 കാര്യങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. 1, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം നാം ചിന്തിക്കുമ്പോൾ ഫ്രം സാൽവേഷൻ വി ആർ സപ്പോസ് ടു മൂവ് ഇൻ ടു സാങ്ക്ടിഫിക്കേഷൻ. രക്ഷ പ്രാപിച്ച ഏതൊരാളെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവൻ രക്ഷയിൽ നിന്ന് എങ്ങോട്ട് പോകണം? വിശുദ്ധീകരണത്തിലേക്ക് പോകണം. കാരണം എന്താണ്? വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം, എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിച്ച്, അല്ലേ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. എബ്രായ ലേഖനം 12:14 വാക്യം വേണ്ടവർക്ക്. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഇപ്പം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. യോഹന്നാൻ 3:2. ഇനി വെളിപ്പാട് പുസ്തകം 22:11 വാക്യത്തിൽ എന്ത് പറഞ്ഞെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ വിശുദ്ധന്മാരാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രക്ഷയിൽ തന്നെ വട്ടം കറങ്ങി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി കുഴപ്പമില്ല, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാനല്ല. രക്ഷയിൽ നിന്ന് എങ്ങോട്ട് മുന്നേറണം? വിശുദ്ധീകരണത്തിലേക്ക്. ആ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടണം. ഈ തെസ്സലോനിക്ക ലേഖനം നിങ്ങൾ വായിച്ചാൽ വിശുദ്ധീകരണത്തെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അറിയാമോ? അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പത്രോസ് ആണെങ്കിൽ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ്. അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവവചനത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് വിശുദ്ധീകരണത്തിൽ തുടരാനായിട്ട് കഴിയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ പുസ്തകമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടണം.
3:13. 1 തെസ്സലോനിക്ക ലേഖനം 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം. അവൻ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ വെളിപ്പെടണം? അനിന്യരായി, വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടണം. ആമേൻ. അപ്പൊ അതാണെങ്കിൽ അത് തുടർന്നേ ഒക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അനിന്യരായി ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടണമെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യണം. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വായിച്ചോ, വാക്യം വായിച്ചോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 5-ാം വാക്യത്തിൽ പറഞ്ഞു, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണത്തിന് കൊടുത്തേക്കുന്ന പ്രാധാന്യം കണ്ടോ? 7-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. 5-ാം അധ്യായത്തിന്റെ 23-24 വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. നമുക്ക് വാക്യം വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ ഇനി വാക്യങ്ങളെല്ലാം കൂടെ നിങ്ങളൊന്ന് എടുത്തു വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ നമ്മുടെ വിശുദ്ധി വ്യാപരിക്കണം. ദേഹം, പ്രാണൻ, ആത്മാവ്, ഇത് മൂന്നും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന്. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അവനത് നിവർത്തിക്കും. പക്ഷെ നമ്മുടെ സഹകരണം ദൈവത്തിന് വേണമല്ലോ, വേണ്ടേ? നമുക്ക് ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് നമ്മൾ ആ ദൈവത്തോട് സഹകരിച്ച് നിന്നാൽ അവൻ തീർച്ചയായിട്ടും അത് നിവർത്തിക്കും. അപ്പം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അതിൽ തുടർന്ന് അനുസരണം കാണിച്ച് അതിൽ തുടർന്നാൽ മാത്രമേ നമുക്ക് അവൻ്റെ മഹത്വം പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. 1-ാമത്തെ സ്റ്റെപ്പാണ്. 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ വിശ്വാസം. വായിച്ചാട്ടെ 13-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്ന കാര്യം പല പ്രാവശ്യം പറഞ്ഞെങ്കിലും വചനത്തിൽ നിന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും. ഈ സത്യത്തിന്റെ വിശ്വാസം എന്ന് എടുത്തു പറഞ്ഞതെന്നറിയാമോ? അപ്പോസ്തലൻ ആർക്കാ എഴുതുന്നത്? തെസ്സലോനിക്കക്കാർക്കാ. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ചതി, വിശ്വാസത്യാഗം, അധർമ്മമൂർത്തി, ഇതെല്ലാം വരുന്നുണ്ട്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പൊ ചതിയുടെ വ്യാപാരമുണ്ട്. പിന്നെ ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, ചതിയിൽ പെടരുത്, വിശ്വാസത്യാഗം സംഭവിക്കരുത്, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു അധർമ്മമൂർത്തി, ഒരു ആന്റി ക്രൈസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഇസ് എ ക്രൈസ്റ്റ്, ദർ ഇസ് ആൻ ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തു ഉണ്ടെങ്കിൽ ഒരു എതിർ ക്രിസ്തുവും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ശത്രു ഉണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നാം വളരെ ശ്രദ്ധാലുക്കളായിട്ട് സത്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഉറപ്പാക്കണം, അതിൽ തുടരണം. സത്യത്തിൻ്റെ വിശ്വാസം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് 2 തെസ്സലോനിക്ക ലേഖനം 3:3 കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. ദുഷ്ടനുണ്ടെന്ന് അവൻ നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. ഈ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടാൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? അവൻ നിങ്ങളെ ഞെക്കിക്കൊല്ലുന്നൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. അവൻ നിങ്ങളെ ഫോഷ്ക്ക് വിശ്വസിപ്പിക്കും. കാരണം അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അപ്പൊ ദൈവത്തിന്റെ സത്യത്തിനെതിരെ അതിശക്തമായി വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ഫോഷ്ക്കുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നില്ലേ? ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് പ്രധാനമായിട്ട് പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ദുഷ്ടന്റെ കയ്യിൽ, മത്തായി 6:13 ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പം നമ്മൾ വിശ്വാസികളെ അയാൾ പറയുമോ, ഞങ്ങളാ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊന്ന് വായിക്കെങ്കിലും ചെയ്യണം കേട്ടോ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അപ്പം ഈ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ജോൺ 17 യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, പിന്നെ എങ്ങനെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാ. 17-15 ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തു. അപ്പോൾ ദുഷ്ടനായ പിശാച് നമ്മളെ അകപ്പെടുത്തി നുണ വിശ്വസിപ്പിക്കുവാനായിട്ട് അതിശക്തമായിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പിശാചിൻ്റെ വഞ്ചനയുടെ വ്യാപാരം, അത് വ്യാജം വിശ്വസിപ്പിച്ചിട്ടാണ് അവൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്ന് നുണയൊക്കെ വിശ്വസിപ്പിക്കും. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഈ സത്യം സഞ്ചരിക്കുന്നതിനേക്കാൾ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്നത് നുണയാണ്.
അതിങ്ങനെ പിശാച് എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അതിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ വിശ്വാസത്തിൽ തുടരണം. ആത്മാവിൻ്റെ വിശുദ്ധീകരണം നമ്പർ 1. രണ്ടാമത്തെ കാര്യം സത്യത്തിൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ബിലീവ് ദ ട്രൂത്ത്, ഗാഡ് ദ ട്രൂത്ത്, പ്രാക്ടീസ് ദ ട്രൂത്ത് ആൻഡ് ഷെയർ ദ ട്രൂത്ത്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? വിശ്വാസം നമ്മൾ സത്യത്തിൽ അർപ്പിക്കണം. ആരാ സത്യം? ഏകസത്യ ദൈവം, പിതാവായ ദൈവം. യേശു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഞാൻ സത്യമാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ വചനം സത്യവചനമാണ്. അല്ലേ? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നിന്റെ വചനം സത്യം. അപ്പം ത്രിയേക ദൈവവും ദൈവത്തിന്റെ വചനവുമാണ് സത്യം. അത് വിശ്വസിക്കണം, അത് കാത്തു സൂക്ഷിക്കണം, അത് ജീവിതത്തിൽ അനുവർത്തിക്കണം, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. എന്നാൽ അതിനെതിരെ പിശാചിൻ്റെ നുണകൾ അതിശക്തമായിട്ട് വ്യാപരിക്കുമെന്ന് ദൈവവചനത്തിൽ ധാരാളം ഭാഗത്ത് നമുക്ക് പ്രബോധനമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു വിട്ടേക്കാം, അത് മുഴുവൻ ഓർപ്പിക്കാനായിട്ട് സമയമില്ല. എങ്കിലും കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, മത്തായി 7:15, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം പറഞ്ഞില്ലേ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പം യേശു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു, ഒലിവുമല പ്രസംഗത്തിൽ പറഞ്ഞു, മത്തായി 24:24 പറഞ്ഞു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ അനേകരെ വൃതന്മാരെ പോലും തെറ്റിക്കും. അതുകൊണ്ട് കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, അവരെ സൂക്ഷിക്കണം എന്ന് യേശു കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ ആടുകളുടെ കൂട്ടത്തിൽ കടക്കും, അവര് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ നിങ്ങൾ പുസ്തകം വായിച്ചാൽ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തു അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ പുറപ്പെട്ടവരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഏതാത്മാവിനെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. 1 തിമോത്തി 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഭാവി കാലത്ത് വ്യാജാത്മാക്കൾ, ഭൂതങ്ങളുടെ ഉപദേശം, ഇതൊക്കെ ഉണ്ട്, സെഡ്യൂസിങ് സ്പിരിറ്റ്സ്, വഴി തെറ്റിക്കുന്ന ആത്മാക്കൾ. 2 തിമോത്തി 3-ൽ പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും. അവിടെയൊക്കെ പിശാചിന്റെ നുണയാണ് കേട്ടോ വ്യാപരിക്കുന്നത്. ദയവായിട്ട് ഇതൊക്കെ വായിക്കണം. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ജനത്തിന്റെ ഇടയിൽ കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു. യൂദായുടെ ലേഖനം ഇതിനുവേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിശാചിന്റെ വ്യാജം വളരെ ശക്തമായിട്ട് ലോകത്തിൽ വ്യാപരിക്കും. നാം എവിടെ തുടരണം? സത്യത്തിൽ തന്നെ തുടരണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം. രണ്ടാമത്തെ കാര്യം സത്യത്തിൻ്റെ വിശ്വാസം. ഇത് പിന്നീട് നമുക്ക് വിശദീകരിച്ച് സമയം കിട്ടിയാൽ പഠിക്കാം. മൂന്നാമതായിട്ട് ഉറച്ചു നിൽക്കണം. നമുക്ക് 15-ാം വാക്യം വായിച്ചാൽ, 2 തെസ്സലോനിക്ക ലേഖനം 2:15 വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. അപ്പം നമുക്ക് കർത്താവ് തന്ന വചനത്തിലും ദർശനത്തിലും നാം ഉറച്ചു നിൽക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1:8 പറഞ്ഞു, അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. നമ്മളെ അവസാനത്തോളം ഉറപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കയ്യിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇടയായി തീരും. ഫൈനലി 4-മതായിട്ട് നിങ്ങളെ പഠിപ്പിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. നമുക്ക് ആ വാക്യം കൂടെ വായിക്കാം. 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെ വാക്കിനാലാകാം ലേഖനങ്ങളാലാകാം മുറുകെ പിടിക്കണം. അത് ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. അപ്പൊ അതൊക്കെ മറന്നുപോയെന്ന് പറഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അവൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. നമുക്കിപ്പോൾ പലപ്പോഴും മനുഷ്യരും പ്രസംഗകരും ഒക്കെ പറഞ്ഞത് ഓർമ്മ അല്ലേ? എന്നാൽ ഓർക്കേണ്ടത് യേശു പറഞ്ഞ കാര്യങ്ങളാണ്, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തലൻ പറഞ്ഞ കൊരിന്തുകാരെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 11:1-2 വാക്യങ്ങൾ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ. അപ്പൊ ആ സഭ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ നമുക്കും അത് വേണമെന്ന്. എന്താ? സകലത്തിലും എന്നെ ഓർക്കണം, കർത്താവിനെ ഓർക്കണം, അപ്പോസ്തലന്മാരെ ഓർക്കണം അല്ലേ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കണം. അത് തന്നെയാണ് തെസ്സലോനിക്കക്കാരോടും പറയുന്നത്.
അപ്പോസ്തലന് കൊരിന്തുകാരോടും തെസ്സലോനിക്കക്കാരോടും രണ്ട് കാര്യം പറയാനില്ല. എല്ലാ സഭകളോടും ഒരു കാര്യമാണ് പറയുന്നത്, നിങ്ങളെല്ലാറ്റിലും എൻ്റെ മോഡൽ നോക്കണം, യേശുവിൻ്റെ മോഡൽ. കാരണം ഞാൻ യേശുവിൻ്റെ മോഡലാണ് അനുകരിക്കുന്നത്, നിങ്ങൾക്കും എന്നെ അനുകരിക്കാം. എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഏൽപ്പിച്ചു തന്ന കൽപ്പനകൾ, നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ അതെല്ലാം വചനത്തിൽ, തിരുവചനത്തിലുണ്ട് അല്ലേ. പക്ഷെ അവിടെ ഒരു പദം വന്നിട്ടുണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നത്. ഇപ്പോൾ പുതുവത്സരത്തിൽ ആ കൺഫ്യൂഷൻ കൊണ്ട് പോകണ്ട അല്ലേ. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങളെ പഠിപ്പിച്ച പ്രമാണങ്ങളെ, ഇംഗ്ലീഷിൽ അതിന് ട്രഡീഷൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രഡീഷൻ, സമ്പ്രദായം. എന്താ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ? നോട്ട് മാൻ മെയ്ഡ് റിലീജിയസ് ഐഡിയാസ്, മനുഷ്യനിർമ്മിതമായ മതചടങ്ങുകളെന്നല്ല അവിടെ അർത്ഥമാക്കിയത്. പിന്നെന്താണ്? വിച്ച് ഈസ് ഹാൻഡഡ് ഡൗൺ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതായത് പരമ്പരാഗതമായിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ നമുക്ക് തന്നു, അങ്ങനെ കൈമാറി വന്ന വിശ്വാസം അപ്പോസ്തലൻ തിമോത്തിയെ ഏൽപ്പിച്ചു, തിമോത്തി അടുത്ത തലമുറയെ ഏൽപ്പിച്ചു. അങ്ങനെ കൈമാറി വന്ന ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സത്യമാണ്. ആദ്യം അതൊക്കെ ഓറലായിരുന്നു, വാമൊഴിയായിരുന്നു, പിന്നീടത് എഴുതപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ അപ്പോസ്തലന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ പ്രമാണങ്ങളെയും, വാക്കിനാലാകട്ടെ ലേഖനത്താലാകട്ടെ, പഠിപ്പിച്ചു തന്ന എല്ലാ പ്രമാണങ്ങളെയും നാം മുറുകെ പിടിക്കണം. അതിന് ദൈവത്തിൻ്റെ കൃപ വേണം. ആ ദൈവകൃപയിൽ മാത്രമേ നമുക്കത് നിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ദൈവം കൃപ തന്നുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സോ വാട്ട് എവർ ബിഗിൻസ് ഇൻ ഗ്രേസ് വിൽ എൻഡ് അപ്പ് ഇൻ ഗ്ലോറി. കൃപയിൽ തുടങ്ങിയാൽ അത് മഹത്വത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ നാം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്സാഹം വേണം, സ്ഥിരോത്സാഹം വേണം. വേണ്ടേ? ഉത്സാഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്സാഹത്തോടെ, സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടുവാനായിട്ട് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ ഒക്കുകയുള്ളൂ. അപ്പോസ്തലനായ പത്രോസ് ഈ ഉത്സാഹത്തിൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രണ്ടാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, സകല ഉത്സാഹവും കഴിച്ച്. 2 പത്രോസ് 1:5 നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. പിന്നെ 10-ാം വാക്യത്തിൽ പറഞ്ഞു അധികം ശ്രമിപ്പി. 15-ാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ അധികം ഉത്സാഹിക്കും. അപ്പം നമുക്കൊരു ഉത്സാഹം ഈ കാര്യത്തിലൊക്കെ വേണം കേട്ടോ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. എന്തിനൊക്കെ ഉത്സാഹം കഴിക്കേണ്ടത്? ഡിലിജന്റ് ടു ലിവ് ഗോഡ്ലി ലൈഫ്സ്. ദൈവിക ജീവൻ, ആത്മീയ ജീവൻ ജീവിക്കാനായിട്ട് നമുക്കൊരു ഉത്സാഹം വേണം. ആ പത്രോസിന്റെ ലേഖനം വായിച്ചാൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് എന്നാണ് 3:14 പറഞ്ഞിരിക്കുന്നത്. 2 പീറ്റർ 3:14 says that നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പോൾ ഒരു വിശുദ്ധ ജീവനം നയിക്കുവാനായിട്ട്, സത്യത്തിന്റെ വിശ്വാസത്തിൽ തന്നെ നിൽക്കാനായിട്ട് ഒരു ഉത്സാഹം വേണം. ആൻഡ് diligent to win the lost. നഷ്ടപ്പെട്ട ആളുകളെ കർത്താവ് വരുന്നതിന് മുമ്പേ രക്ഷയിലേക്ക് നയിക്കണ്ടേ? അതിനുള്ളൊരു ഉത്സാഹം നമുക്ക് ഈ വർഷം വേണം. ആൻഡ് diligent to grow spiritually. ആത്മീയമായിട്ട് വളരുവാനുള്ള ഒരു ഉത്സാഹം നമുക്ക് അനിവാര്യമാണ്. ഈ ഉത്സാഹത്തെക്കുറിച്ചും ഈ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ 2 തെസ്സലോനിക്ക ലേഖനത്തിലാണ് തുടങ്ങിയതെങ്കിലും നിങ്ങളെ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ആ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ, 3-ാമത്തെ അധ്യായത്തിൽ 4 പ്രാവശ്യം പ്രിയമുള്ളവരെ 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 എന്ന് അപ്പോസ്തലൻ വിളിച്ചിട്ട് അവരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ കൂടെ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വായിച്ചോളൂ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളെ നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. ഓർത്തുകൊള്ളണം, ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം. ഇനി നമുക്ക് 8-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മറക്കരുത്. കണ്ടോ? പ്രിയമുള്ളവരെ നിങ്ങൾ മറക്കരുത്. 14-ാം വാക്യത്തിൽ പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങൾ ഉത്സാഹിക്കണം. വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ നിങ്ങൾ ഉത്സാഹിച്ചുകൊണ്ട്. 17-ാം വാക്യത്തിൽ പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. പ്രിയമുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. ആ വാക്യങ്ങൾ മുഴുവൻ നിങ്ങൾ വായിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് ആ പദങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, പ്രിയമുള്ളവരെ നിങ്ങൾ മറക്കരുത്, പ്രിയമുള്ളവരെ നിങ്ങൾ ഉത്സാഹിക്കണം, പ്രിയമുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ നമ്മുടെ ഈ സന്ദേശത്തിൽ
പുതുവത്സര സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യം ശ്രദ്ധയിലിരിക്കട്ടെ. നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത് എന്തിനാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. അപ്പോൾ അത് ഓർത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, നിങ്ങളത് ഓർത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, നിങ്ങളത് മറക്കരുത്. പ്രിയമുള്ളവരെ, അതിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. പ്രിയമുള്ളവരെ, വീണു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. വളരെ പ്രധാനമായിട്ടാണ് പത്രോസ് ഈ 4 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ് സുവിശേഷത്താൽ ദൈവം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചതെന്ന് ഓർത്തുകൊള്ളണം. സോ ഓൾ ത്രൂ ദിസ് ഇയർ, ഒരുപക്ഷെ ഈ വർഷം മാത്രം ഓർത്താൽ പോരാ, നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്തോർത്തുകൊള്ളണം? അവൻ്റെ മഹത്വം പ്രാപിക്കാനായിട്ടാണ് അവൻ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പെടുത്തുന്നത്, മറക്കരുത്. ഈ വർഷം കൊണ്ട് മറക്കരുത്, ജീവിതത്തിൽ മുഴുവൻ മറക്കാതെ ഇത് ഓർത്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കർത്താവ് വരുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടെ എത്താൻ നമ്മൾ ഉത്സാഹിക്കണം. വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിക്കണം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ കുറിവാക്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്, ദൈവം നമ്മെ ഇതുപോലെയൊക്കെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അവൻ്റെ മഹത്വം പ്രാപിക്കുവാൻ. ആത്മാവിൻ്റെ വിശുദ്ധീകരണത്താൽ, സത്യത്തിൻ്റെ വിശ്വാസത്താൽ ഉറച്ചു നിന്ന് അപ്പോസ്തലന്മാരും യേശുവും നമ്മളെ പഠിപ്പിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് സ്ഥിരതയോടെ ഓടുവാൻ ഈ വർഷം നമ്മളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആത്മീയ സന്തോഷവും ഐശ്വര്യവും ആത്മീയ അഭിവൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം 2023 ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ പുതുവത്സരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ കർത്താവ്, ഞങ്ങളുടെ വിളി, അതിൻ്റെ ആശ ഒരിക്കലും മറന്നു പോകാതെ കർത്താവിനെ ഞങ്ങളെ സുവിശേഷത്താൽ വിളിച്ചത്, ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണെന്നുള്ളത് എപ്പോഴും ഓർക്കുവാനും കർത്താവെ അത് മറന്നു കളയാതെ ഓർത്തിരുന്ന് ഉത്സാഹിച്ച് വീണുപോകാതെ സൂക്ഷിച്ച് ഞങ്ങളുടെ ഓട്ടസ്ഥിരതയോടെ ഓടി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ കർത്താവിന് നൽകുന്നു. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.